പാലക്കാട് ഷൊർണൂരിൽ തെരുവ് നായ ആക്രമണം. വയോധികൻ ഉൾപ്പെടെ 7 പേർക്ക് പരിക്ക്. കാഴ്ചശക്തിയില്ലാത്ത യുവാവിനെ വീടിനുള്ളിൽ കയറി തെരുവ് നായ കടിച്ചു. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശാണ് ചേരുന്നത്. നിഖിൽ, ഏറെ വേദനിപ്പിക്കുന്ന വാർത്തകളാണിത്. എപ്പോഴായിരുന്നു ഈ സംഭവങ്ങൾ? വിശദാംശങ്ങൾ. പാലക്കാട് ഷൊർണൂരിൽ തെരുവുനായ ആക്രമണം. വയോധികൻ ഉൾപ്പെടെ 7 പേർക്ക് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. കാഴ്ചശക്തിയില്ലാത്ത യുവാവിനെ വീടിനുള്ളിൽ കയറി തെരുവുനായ കടിച്ചു. 7 പേർക്കാണ് ഈ സംഭവത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. വിവരങ്ങളുമായി നിഖിൽ പ്രമേശാണ് ചേരുന്നത് പാലക്കാട് നിന്ന്. നിഖിൽ, വിവരങ്ങൾ. ഇന്ന് രാവിലെ 11:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 7 പേർക്കാണ് ഈ തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. 70-കാരനായിട്ടുള്ള വയോധികൻ ഉൾപ്പെടെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പരിക്കേറ്റവർ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലും തൃശൂർ മെഡിക്കൽ കോളേജിലും ചികിത്സ തേടിയിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, കാഴ്ചയില്ലാത്ത യുവാവിന് വീടിനുള്ളിൽ കയറിയാണ് നായ ആക്രമിച്ചത്. നേരത്തെയും ഈ മേഖലയിൽ നിന്ന് തെരുവുനായയുടെ ആക്രമണങ്ങൾ രൂക്ഷമാണ് എന്നുള്ള തരത്തിലുള്ള പരാതികളൊക്കെ വന്നിരുന്നു. കാര്യമായിട്ടുള്ള ഇടപെടൽ, ഈ തെരുവുനായ പിടികൂടുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല എന്നുള്ള പരാതിയും പല കോണുകളിൽ നിന്ന് ഉയരുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടാകുന്നത്. 7 പേർക്ക് നിലവിൽ പരിക്കേറ്റിരിക്കുന്നു. അവർ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലും തൃശൂർ മെഡിക്കൽ കോളേജ്, അല്പം കൂടി ഗുരുതരമായ അവസ്ഥയിലുള്ളവർ തൃശൂർ മെഡിക്കൽ കോളേജിലുമാണ് ചികിത്സ നേടിയിട്ടുള്ളത്. അതിൽ തന്നെ കാഴ്ചയില്ലാത്ത യുവാവിനെ കൂടി തെരുവുനായ ആക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം. പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു നിഖിൽ പ്രമേശ്.